ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു GKC ട്യൂട്ടോറിയൽസ്. വീഡിയോയിലേക്ക് പോകും മുമ്പ് നമ്മുടെ ചാനലിൽ ക്യാഷ് നൽകി ജോയിൻ മെമ്പറാകാൻ ആഗ്രഹിക്കുന്നവർ ജോയിൻ ചെയ്യുന്നതിന് മുൻപ് ഈ ചാനലിൽ ലഭ്യമാക്കിയിട്ടുള്ള അനൗൺസ്മെന്റ് വീഡിയോ നിർബന്ധമായും കാണുക. ഓരോരുത്തർക്കും ആവശ്യമായ ക്ലാസുകൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ ജോയിൻ ചെയ്യാവൂ. കൂടാതെ ഏതൊക്കെ ക്ലാസുകളാണ് പെയ്ഡായി നൽകിയിട്ടുള്ളത് എന്നറിയാൻ നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റിൽ മെമ്പേഴ്സ് ഒൺലി വീഡിയോസ് എന്നൊരു ലിസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ ഏതെല്ലാം പരീക്ഷകൾക്കായുള്ള ക്ലാസുകളാണ് പെയ്ഡായി ലഭ്യമാക്കിയിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓൾറെഡി മെമ്പേഴ്സ് ആയവർക്ക് വീഡിയോ കാണാവുന്നതുമാണ്. ഓക്കെ, ഇന്നത്തെ നമ്മുടെ വീഡിയോ ദേവസ്വം ബോർഡ് LDC എക്സാം ട്യൂട്ടോറിയലിന്റെ GKയുടെ 6ാം ഭാഗമാണ്. വീഡിയോയിലേക്ക് പോകും മുമ്പ് മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻസ് നോക്കാം. ആത്മവിദ്യാ സംഘത്തിന്റെ സ്ഥാപകൻ ആരാണ്? ആത്മവിദ്യാ സംഘത്തിന്റെ സ്ഥാപകനാണ് വാഗ്ഭടാനന്ദൻ. നിർഗുണോപാസന പ്രചരിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവായിരുന്നു വാഗ്ഭടാനന്ദൻ. ആത്മവിദ്യാ കാഹളം, അഭിനവ കേരളം എന്നീ വാർത്താ പത്രികകൾ ആരംഭിച്ചതും വാഗ്ഭടാനന്ദനാണ്. അപ്പോൾ ആത്മവിദ്യാ സംഘത്തിന്റെ മുഖപത്രമാണ് ആത്മവിദ്യാ കാഹളം എന്നത്. കൊട്ടിയൂർ ഉത്സവപ്പാട്ട് രചിച്ചത് ആരാണ്? കൊട്ടിയൂർ ഉത്സവപ്പാട്ട് രചിച്ചത് വാഗ്ഭടാനന്ദൻ തന്നെയാണ്. അന്തർദേശീയ സഹകരണ സഖ്യത്തിൽ, അതായത് ICA 2019 സ്ഥിരാംഗത്വം ലഭിച്ച ഇന്ത്യയിലെ ഏക പ്രാഥമിക സഹകരണ സംഘമാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സഹകരണ സംഘം. അപ്പോൾ ഈ സംഘം രൂപീകരിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് വാഗ്ഭടാനന്ദൻ. അപ്പോൾ ആത്മവിദ്യാ സംഘത്തിന്റെ സ്ഥാപകൻ ആരാണ്? വാഗ്ഭടാനന്ദനാണ്. നിർഗുണോപാസന പ്രചരിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് കൂടിയാണ് വാഗ്ഭടാനന്ദൻ. അന്തർദേശീയ സഹകരണ സഖ്യത്തിൽ സ്ഥിരാംഗത്വം ലഭിച്ച ഇന്ത്യയിലെ ഏക പ്രാഥമിക സഹകരണ സംഘമായ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സഹകരണ സംഘം രൂപീകരിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് വാഗ്ഭടാനന്ദൻ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റി നിയമം നിലവിൽ വന്ന വർഷം 1969 മെയ് 15 അപ്പോൾ 1969 മെയ് 15 വരെ 1951 നിയമമാണ് നിലവിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഡിഫറൻസ് ഇതാണ്. തിരുവിതാംകൂർ കൊച്ചി കോഓപ്പറേറ്റീവ് സൊസൈറ്റി നിയമം പാസാക്കിയ വർഷമാണ് 1951. കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റി നിയമം നിലവിൽ വന്ന വർഷം 1969 മെയ് 15. 1969 കേരള സഹകരണ നിയമം നടപ്പിലാക്കിയ കേരളത്തിലെ മുഖ്യമന്ത്രി ആരാണ്? 1969 കേരള സഹകരണ നിയമം നടപ്പിലാക്കിയ കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് C. അച്യുത മേനോൻ. സംസ്ഥാന സഹകരണ വകുപ്പ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ പ്രസിദ്ധീകരണം ഏതാണ്? സംസ്ഥാന സഹകരണ വകുപ്പ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ പ്രസിദ്ധീകരണത്തിന്റെ പേരാണ് സഹകരണ വിധി. സഹകരണ വിധി എന്നാണ് ഈ പ്രസിദ്ധീകരണത്തിന്റെ പേര്. സഹകരണ വകുപ്പ് ഇതുമായി റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ചോദിച്ചു വരുന്നുണ്ട്. അതുകൊണ്ടാണ് അതുമായി റിലേറ്റ് ചെയ്ത 2-3 ക്വസ്റ്റ്യൻസ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 1969 കേരള സഹകരണ നിയമം നടപ്പിലാക്കിയ കേരളത്തിലെ മുഖ്യമന്ത്രി ആരാണ്? C. അച്യുത മേനോൻ. ഇപ്പോഴത്തെ സഹകരണ വകുപ്പ് മന്ത്രി, അതായത് 2022 കേരള സംസ്ഥാന സഹകരണ വകുപ്പ് മന്ത്രിയാണ് VN വാസവൻ. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും അവരുടേതായ സഹകരണ നിയമങ്ങളുണ്ട്. അത് എന്തിന്റെ അടിസ്ഥാനത്തിലുള്ളതാണെന്ന് പഠിച്ചിരിക്കണം. അതായത് 1904 1912 ഇന്ത്യൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം ഉള്ളതാണ് സഹകരണ നിയമങ്ങൾ. ലോക സാമൂഹ്യ നീതി ദിനം എന്നാണ്. ലോക സാമൂഹ്യ നീതി ദിനം ഫെബ്രുവരി 20 ആചരിക്കുന്നത്. അപ്പോൾ ഓർത്തുവെക്കുക, ഫെബ്രുവരി 20 ലോക സാമൂഹ്യ നീതി ദിനം. നെക്സ്റ്റ്, ലോക്സഭാ സ്പീക്കർ ആയിരിക്കെ മരണമടഞ്ഞ ആദ്യത്തെ വ്യക്തി ആരാണ്? അപ്പോൾ ഇത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് LDCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ലോക്സഭാ സ്പീക്കർ ആയിരിക്കെ മരണമടഞ്ഞ ആദ്യത്തെ വ്യക്തി ആരാണ്? GMC ബാലയോഗി. ഇന്ത്യൻ പാർലമെന്റിന്റെ അധോമണ്ഡലം ഏതാണ്? ഇന്ത്യൻ പാർലമെന്റിന്റെ അധോമണ്ഡലമാണ് ലോക്സഭ. അപ്പോൾ ആദ്യകാലത്ത് ഇതിന് മറ്റൊരു പേരായിരുന്നു ഉണ്ടായിരുന്നത്. അതാണ് ഹൗസ് ഓഫ് ദ പീപ്പിൾ. ഹൗസ് ഓഫ് ദ പീപ്പിൾ അഥവാ ജനപ്രതിനിധി സഭ എന്നായിരുന്നു ലോക്സഭയുടെ പഴയ പേര്. ലോക്സഭയിലെ പരമാവധി അംഗസംഖ്യ 545 പേരാണ്.
ഇതിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന 543 അംഗങ്ങളിൽ 2 അംഗങ്ങളെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നവയാണ്. എന്നാൽ 2020 104 ഭേദഗതി പ്രകാരം നാമനിർദ്ദേശം ചെയ്യുന്ന രീതി നിർത്തലാക്കിയിട്ടുണ്ട്. അപ്പോൾ മുൻകാലങ്ങളിൽ രാഷ്ട്രപതിയാണ് 2 അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുന്നത്. എന്നാൽ 2020 104 ഭേദഗതി പ്രകാരം നാമനിർദ്ദേശം ചെയ്യുന്ന രീതി നിർത്തലാക്കിയിട്ടുണ്ട്. ലോക്സഭയുടെ അധ്യക്ഷൻ സ്പീക്കറാണ്. ലോക്സഭയുടെ ആദ്യ സ്പീക്കർ GV മാവ്ലങ്ക ആയിരുന്നു. അതുകൊണ്ട് തന്നെ ലോക്സഭയുടെ പിതാവ് എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. അപ്പോൾ ലോക്സഭയുടെ ആദ്യ സ്പീക്കർ ആരാണ്? GV മാവ്ലങ്ക. ലോക്സഭയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് GV മാവ്ലങ്കർ ആണ്. ലോക്സഭാ സ്പീക്കറായ ആദ്യ വനിത മീര കുമാറാണ്. ലോക്സഭാ സ്പീക്കറായ രണ്ടാമത്തെ വനിത സുമിത്ര മഹാജനാണ്. അപ്പോൾ ലോക്സഭയുടെ ആദ്യ സ്പീക്കർ GV മാവ്ലങ്ക, ലോക്സഭയുടെ സ്പീക്കറായ ആദ്യ വനിത മീര കുമാർ, ലോക്സഭാ സ്പീക്കറായ രണ്ടാമത്തെ വനിത സുമിത്ര മഹാജൻ. കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളുടെ ആകെ എണ്ണം 20 ആണ്. ഇത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം എത്രയാണെന്നുള്ളത്. അപ്പോൾ കേരളത്തിൽ ആകെ 20 ലോക്സഭാ മണ്ഡലങ്ങളാണ് ഉള്ളത്. അപ്പോൾ ലോക്സഭയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി പറയാം. ലോക്സഭാ സ്പീക്കർ ആയിരിക്കെ മരണമടഞ്ഞ ആദ്യത്തെ വ്യക്തി GMC ബാലയോഗിയാണ്. ഇന്ത്യൻ പാർലമെന്റിന്റെ അധോമണ്ഡലമാണ് ലോക്സഭ. ലോക്സഭയുടെ പഴയ പേര് ഹൗസ് ഓഫ് ദി പീപ്പിൾ എന്നായിരുന്നു. ലോക്സഭയിലെ പരമാവധി അംഗസംഖ്യ 545 ആണ്. ലോക്സഭയുടെ ആദ്യ സ്പീക്കർ GV മാവ്ലങ്ക ആയിരുന്നു. അദ്ദേഹത്തിനെയാണ് ലോക്സഭയുടെ പിതാവ് എന്നും അറിയപ്പെടുന്നത്. ലോക്സഭാ സ്പീക്കറായ ആദ്യത്തെ വനിത മീര കുമാറാണ്. ലോക്സഭാ സ്പീക്കറായ രണ്ടാമത്തെ വനിത സുമിത്ര മഹാജനാണ്. ലാസ്റ്റ് പറഞ്ഞത് കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം 20 ആണ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലോക്സഭയെക്കുറിച്ച് പഠിക്കുമ്പോൾ തന്നെ രാജ്യസഭയെക്കുറിച്ചും അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭയാണ് രാജ്യസഭ. ഇന്ത്യൻ പാർലമെന്റിന്റെ അധോസഭയാണ് ലോക്സഭ. അപ്പോൾ രാജ്യസഭ എന്നത് ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭയാണ്. രാജ്യസഭയുടെ ആദ്യകാല നാമം കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് അഥവാ സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നായിരുന്നു. രാജ്യസഭയുടെ ആദ്യകാല നാമം കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ്. ലോക്സഭയുടെ ആദ്യകാല നാമം ഹൗസ് ഓഫ് ദി പീപ്പിൾ എന്നായിരുന്നു. രാജ്യസഭയിലേക്ക് എത്ര അംഗങ്ങളെയാണ് ഇന്ത്യയുടെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നത്? ഇതൊരു ദേവസ്വം ബോർഡ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. രാജ്യസഭയിലേക്ക് എത്ര അംഗങ്ങളെയാണ് ഇന്ത്യയുടെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നത്? 12. രാജ്യസഭയുടെ പരമാവധി അംഗസംഖ്യ എന്നത് 250 ആണ്. ഇതിൽ തന്നെ തെരഞ്ഞെടുക്കപ്പെട്ട 238 അംഗങ്ങളും 12 പേരെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നവയുമാണ്. രാജ്യസഭയുടെ ചെയർമാൻ അല്ലെങ്കിൽ അധ്യക്ഷൻ ഉപരാഷ്ട്രപതി അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് ആയിരിക്കും. രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ എന്ന് പറയുന്നത് ഉപരാഷ്ട്രപതിയാണ്. രാജ്യസഭയുടെ ആദ്യ ചെയർമാൻ ആദ്യ ഉപരാഷ്ട്രപതിയായിരുന്ന S രാധാകൃഷ്ണൻ ആയിരുന്നു. അപ്പോൾ രാജ്യസഭയുടെ ആദ്യ ചെയർമാൻ ഇന്ത്യയുടെ ആദ്യ ഉപരാഷ്ട്രപതിയായിരുന്ന S രാധാകൃഷ്ണനായിരുന്നു. അപ്പോൾ രാജ്യസഭയുടെ അധ്യക്ഷൻ ഉപരാഷ്ട്രപതി അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് ആയിരിക്കും. രാജ്യസഭയുടെ ആദ്യ വനിതാ ചെയർപേഴ്സൺ വയലറ്റ് ഹരി ആൽവെ ആയിരുന്നു. രാജ്യസഭയുടെ ആദ്യത്തെ വനിതാ ചെയർപേഴ്സൺ ആരായിരുന്നു? വയലറ്റ് ഹരി ആൽവ. അപ്പോൾ രാജ്യസഭയെക്കുറിച്ച് ഇപ്പോൾ പഠിച്ചത് ഒന്നുകൂടി പറയാം. ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭയാണ് രാജ്യസഭ. ഇതിന്റെ ആദ്യകാല നാമം കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്നായിരുന്നു. രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി 12 അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുന്നു. രാജ്യസഭയുടെ ചെയർമാൻ അല്ലെങ്കിൽ അധ്യക്ഷൻ ഉപരാഷ്ട്രപതി അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് ആയിരിക്കും. രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ എന്ന് പറയുന്നതും ഉപരാഷ്ട്രപതി തന്നെയായിരിക്കും. രാജ്യസഭയുടെ ആദ്യ ചെയർമാൻ S രാധാകൃഷ്ണനായിരുന്നു. രാജ്യസഭയുടെ ആദ്യ വനിതാ ചെയർപേഴ്സൺ വയലറ്റ് ഹരി ആൽവെ ആയിരുന്നു. ഓക്കെ, ഇനി മറ്റൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ലോക്സഭയുടെയും രാജ്യസഭയുടെയും 70-ാം വാർഷികം ആഘോഷിച്ചത് ഏത് വർഷമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ലോക്സഭയുടെയും രാജ്യസഭയുടെയും 70-ാം വാർഷികം ആഘോഷിച്ചത് 2022 ഏപ്രിലായിരുന്നു. അതായത് ഈ വർഷം ഏപ്രിൽ മാസത്തിലായിരുന്നു ലോക്സഭയുടെയും രാജ്യസഭയുടെയും 70-ാം വാർഷികം ആഘോഷിച്ചത്. അപ്പോൾ രാജ്യസഭയുടെയും ലോക്സഭയുടെയും ചരിത്രം പഠിക്കുമ്പോൾ ഇപ്പോഴത്തെ അതായത് 2022 കാര്യങ്ങൾ കൂടി പഠിച്ചു വെക്കണം. 2022 രാജ്യസഭ അധ്യക്ഷൻ
വെങ്കയ്യ നായിഡു ആണ്. 2022 രാജ്യസഭ അധ്യക്ഷൻ വെങ്കയ്യ നായിഡു. രാജ്യസഭയുടെ ഉപാധ്യക്ഷൻ ഹരിവംശ നാരായൺ സിംഗ്. 2022 രാജ്യസഭയുടെ ഉപാധ്യക്ഷൻ ഹരിവംശ നാരായൺ സിംഗ് ആണ്. അതുപോലെ തന്നെ 2022 രാജ്യസഭയിലെ സഭാ നേതാവ് പീയൂഷ് ഗോയലാണ്. നിലവിലെ രാജ്യസഭയുടെ അംഗസംഖ്യ 245 ആണ്. അപ്പോൾ കറന്റ് അഫയേഴ്സ് ആണ് ഇപ്പോൾ പറയുന്നത്. 2022 രാജ്യസഭ അധ്യക്ഷൻ വെങ്കയ്യ നായിഡു, ഉപാധ്യക്ഷൻ ഹരിവംശ നാരായൺ സിംഗ്, ഇപ്പോഴത്തെ സഭാ നേതാവ് പീയൂഷ് ഗോയൽ. 2022 രാജ്യസഭാ അംഗങ്ങളുടെ എണ്ണം 245. അതുപോലെ തന്നെ 2022 ലോക്സഭാ സ്പീക്കർ ഓം ബിർളയാണ്. 2022 ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ഡെപ്യൂട്ടി സ്പീക്കർ ഇപ്പോൾ ഇല്ല. അതുപോലെ തന്നെ 2022 ലോക്സഭയുടെ നേതാവ് നരേന്ദ്രമോദിയാണ്. അതായത് പ്രധാനമന്ത്രിയാണ് ലോക്സഭയുടെ ഇപ്പോഴത്തെ സഭാ നേതാവ്. ലോക്സഭയിലെ ആകെ അംഗസംഖ്യ 543 ആണ്. അപ്പോൾ ഇപ്പോൾ ഉള്ളത്, അതായത് 2022 ലോക്സഭ എന്നത് 17ാം ലോക്സഭയാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി റിലേറ്റ് ചെയ്ത് പഠിച്ചു വെക്കേണ്ടുന്നത്. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം, അതായത് രാജ്യസഭയും ലോക്സഭയും വിളിച്ചു ചേർക്കുന്നത് രാഷ്ട്രപതിയാണ്. എന്നാൽ ആ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ലോക്സഭാ സ്പീക്കർ ആയിരിക്കും. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് രാഷ്ട്രപതിയാണ്. എന്നാൽ ആ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ലോക്സഭാ സ്പീക്കർ ആയിരിക്കും. ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് യൂണിയന് ഒരു പാർലമെന്റ് ഉണ്ടായിരിക്കണം എന്നും അതിൽ 2 സഭകളും ഒരു പ്രസിഡന്റും വേണമെന്നും പറയുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് യൂണിയന് ഒരു പാർലമെന്റ് ഉണ്ടായിരിക്കണമെന്നും അതിൽ 2 സഭകൾ ഉണ്ടായിരിക്കണമെന്നും ഒരു പ്രസിഡന്റും വേണമെന്നും പറഞ്ഞിരിക്കുന്നത്? ആർട്ടിക്കിൾ 79. നെക്സ്റ്റ്, ഭരണഘടനയുമായി ബന്ധപ്പെട്ട കുറച്ച് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്തത് എത്രാം ഭേദഗതി പ്രകാരമാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്തത് എത്രാം ഭേദഗതി പ്രകാരമാണ്? ഒരു തവണ മാത്രമാണ് ഭേദഗതി ചെയ്തിട്ടുള്ളത്. അത് 1976 42ാം ഭേദഗതി പ്രകാരമാണ്. 1976 42ാം ഭേദഗതി പ്രകാരമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്തിരിക്കുന്നത്. ഇതിൽ രാഷ്ട്രത്തിന്റെ ഐക്യം എന്നതിന് പകരം രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും എന്നാക്കി മാറ്റുകയാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഭേദഗതി പ്രകാരമുള്ള മാറ്റം ഇതാണ്: രാഷ്ട്രത്തിന്റെ ഐക്യം എന്നതിന് പകരം രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും എന്നാക്കി മാറ്റിയിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുന്ന ഭാഗം ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുന്ന ഭാഗം ഏതാണ്? ഭാഗം 3. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങളുടെ എണ്ണം 6 ഉള്ളത്. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങളുടെ എണ്ണം എത്രയാണ്? 6. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുന്ന ഭാഗം 3. അപ്പോൾ ഈ മൗലിക അവകാശങ്ങൾ ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ്. മൗലിക അവകാശങ്ങൾ ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണ്? അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ്. ഇനി ഏത് കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരമാണ് മൗലിക അവകാശങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്? നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട്. അപ്പോൾ ഏത് കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരമാണ് മൗലിക അവകാശങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്? നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരമാണ്. അപ്പോൾ മൗലിക അവകാശങ്ങളെ കുറിച്ച് പഠിച്ചിരിക്കുമ്പോൾ തന്നെ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെട്ട മൗലിക അവകാശങ്ങൾ ഏതാണെന്ന് കൂടി അറിഞ്ഞിരിക്കണം. അപ്പോൾ ആ 6 മൗലിക അവകാശങ്ങൾ ഏതാണെന്ന് കൂടി പറയാം. ഒന്നാമത്തേത് സമത്വത്തിനുള്ള അവകാശമാണ്. 2 സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. 3 ചൂഷണത്തിനെതിരെയുള്ള അവകാശം. 4 മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. 5 സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. 6 ഭരണഘടനാപരമായ പരിഹാരം കാണുന്നതിനുള്ള അവകാശം. ഒന്നുകൂടി പറയാം: സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരെയുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ, ഭരണഘടനാപരമായ പരിഹാരം കാണുന്നതിനുള്ള അവകാശം. ഇത്രയും ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതപ്പെട്ടിട്ടുള്ള മൗലിക അവകാശങ്ങളാണ്. മൗലിക അവകാശങ്ങൾ ഏതാണെന്ന് പഠിക്കുമ്പോൾ തന്നെ ഇത് ഏത് അനുച്ഛേദം അല്ലെങ്കിൽ ആർട്ടിക്കിളിൽ ഉൾപ്പെടുന്നത് ആണെന്ന് കൂടി അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതിൽ സമത്വത്തിനുള്ള അവകാശങ്ങൾ ഇത് ഉൾപ്പെടുന്ന അനുച്ഛേദം 14 മുതൽ 18 വരെയാണ്. അനുച്ഛേദം 14 മുതൽ 18 വരെ പ്രതിപാദിക്കുന്നത് സമത്വത്തിനുള്ള അവകാശങ്ങളെക്കുറിച്ചാണ്. രണ്ടാമത്തേത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. ഇത് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ
ആർട്ടിക്കിൾ 19 മുതൽ 22 വരെയാണ്. അപ്പോൾ 19 മുതൽ 22 വരെ പ്രതിപാദിക്കുന്നത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളെ കുറിച്ചാണ്. മൂന്നാമത്തേത് ചൂഷണത്തിനെതിരെയുള്ള അവകാശം. ഇത് പ്രതിപാദിക്കുന്നത് അനുച്ഛേദം 23 24 അനുച്ഛേദം 23 24 പ്രതിപാദിക്കുന്നത് എന്താണ്? ചൂഷണത്തിനെതിരെയുള്ള അവകാശങ്ങളെ കുറിച്ചാണ്. നാലാമത്തേത് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഇത് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 25 മുതൽ 28 വരെയാണ്. അപ്പോൾ അനുച്ഛേദം 25 മുതൽ 28 വരെ പ്രതിപാദിക്കുന്നത് എന്താണ്? മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളെ കുറിച്ചാണ്. 5 സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ. ഇത് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 29 30 ആർട്ടിക്കിൾ 29 30 എന്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങളെക്കുറിച്ച്. ഇനി ലാസ്റ്റ് പറഞ്ഞത് ഭരണഘടനാപരമായ പരിഹാരം കാണുന്നതിനുള്ള അവകാശം. ഇത് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 32 മുതൽ 35 വരെയാണ്. അപ്പോൾ ആർട്ടിക്കിൾ 32 മുതൽ 35 വരെ പ്രതിപാദിക്കുന്നത് എന്തിനെ കുറിച്ചാണ്? ഭരണഘടനാപരമായ പരിഹാരം കാണുന്നതിനുള്ള അവകാശങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ മൗലിക അവകാശങ്ങൾ, റിട്ടുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽഡ് ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് വീഡിയോ പഠിക്കണമെന്നുള്ളവർക്ക് അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കാണാവുന്നതാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ നിർദ്ദേശക തത്വങ്ങൾ എത്രാം ഭാഗത്താണ് പ്രതിപാദിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ പ്രതിപാദിക്കുന്ന ഭാഗം ഏതാണ്? ഭാഗം 4. ഇതിൽ പ്രതിപാദിക്കുന്നത് ഗാന്ധിയൻ ആശയങ്ങളാണ്. അതുപോലെ തന്നെ ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം 4A ആണ്. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കർത്തവ്യങ്ങളുടെ എണ്ണം 11. മൗലിക അവകാശങ്ങൾ 6, മൗലിക കർത്തവ്യങ്ങൾ 11. ഭരണഘടനയിൽ മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം 3. നിർദ്ദേശക തത്വങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം 4. മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം 4A ആണ്. അപ്പോൾ ഇതൊന്നും കൺഫ്യൂഷൻ ആകരുത്, വ്യക്തമായി പഠിച്ചു വെക്കുക. നെക്സ്റ്റ്, മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയോട് കൂട്ടിച്ചേർത്ത ഭേദഗതി ഏതാണ്? മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയോട് കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതി ഏതാണ്? 1976 42 ഭേദഗതിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഭേദഗതികളും ആർട്ടിക്കിളും ഒക്കെ വളരെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയത് മാത്രം പഠിച്ചു വെക്കുക, ഇല്ലെങ്കിൽ കൺഫ്യൂഷൻ ആകും. സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്ന് എടുത്തുകളഞ്ഞ ഭേദഗതി ഏതാണ്? സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്ന് എടുത്തുകളഞ്ഞ ഭേദഗതിയാണ് 1978 44 ഭേദഗതി. അപ്പോൾ ഇതൊക്കെ അടുത്തടുത്ത ഇയറുകളാണ്. മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയോട് കൂട്ടിച്ചേർത്ത ഭേദഗതി 1976 42 ഭേദഗതി. സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്ന് എടുത്തുകളഞ്ഞ ഭേദഗതി 1978 44 ഭേദഗതി. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം അവകാശം ഉൾപ്പെടുത്തിയ ഭേദഗതി. അപ്പോൾ ഇത് 2002 86 ഭേദഗതി അനുസരിച്ചാണ്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഇത് ഉൾപ്പെടുത്തിയ ഭേദഗതി 2002 86 ഭേദഗതിയാണ്. ഇത് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 21A ആണ്. സ്വതന്ത്രമായി ഏത് മതത്തിലും വിശ്വസിക്കുന്നതിനും ആചരിക്കുന്നതിനുമുള്ള അവകാശം ഏത് അനുച്ഛേദമാണ് പ്രതിപാദിക്കുന്നത്? സ്വതന്ത്രമായി ഏത് മതത്തിലും വിശ്വസിക്കുന്നതിനും ആചരിക്കുന്നതിനുമുള്ള അവകാശം ഏത് അനുച്ഛേദമാണ് പ്രതിപാദിക്കുന്നത്? അനുച്ഛേദം 25. ഓക്കെ ഫ്രണ്ട്സ്, ദിസ് ഇസ് ഓൾ ഫോർ ടുഡേ. ഇതിന്റെ തുടർന്നുള്ള ഭാഗം നെക്സ്റ്റ് വീഡിയോയിൽ. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.